സൺറൂഫ് വെയിൽ കൊണ്ടു കഴിഞ്ഞാലാണ് തൃപ്തിയാവുള്ളൂ. ഓഫ് റോഡ് ടെസ്റ്റിംഗ് ഉണ്ടോ ഇതാ? ആ പോരെ, വേണ്ട ഇനി. കുഴപ്പമില്ല, സിമ്പിളായിട്ട് കയറി വരുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ വണ്ടിയല്ല അല്ലേ, താറ് കിടന്നാലേ അതിനൊരു ലുക്കുള്ളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിചാരിച്ചു നീ എന്നെ സ്വാഗതം പറയണെന്ന്. അപ്പൊ നൂഡിൽസ് അതല്ല, വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗ്രാൻഡ് വിക്ടോറിയ ടെസ്റ്റ് ഡ്രൈവിന് വന്നിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ തൊട്ട് പുറത്തുണ്ട് വണ്ടി. അപ്പൊ നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. പിന്നെ അപ്പം തന്നെ ബാക്കി പറയും. അതായത് നമ്മൾ ഗ്രാൻഡ് വിക്ടോറിയ എടുക്കേണ്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കണം, അതുപോലെ തന്നെ വണ്ടി ഉള്ളിലേക്ക് ഒന്ന് കയറ്റി നോക്കണം. ഈ രണ്ട് സംഭവങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ ഒക്കെ ഇങ്ങനെ കുറേ റിവ്യൂകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ഗ്രാൻഡ് വിക്ടോറിയ വലിയ കുറവാണ്, മറ്റുള്ള വണ്ടികളെ പോലെ ഓടിക്കുമ്പോൾ ഫണ്ണൊന്നും അല്ല, അത്ര അങ്ങോട്ട് അടിപൊളിയല്ല എന്നുള്ളതൊക്കെ പറയണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ എടുക്കുന്ന വേരിയൻ്റ് ഉണ്ടല്ലോ, അതായത് അത് എങ്ങനെയുണ്ടെന്നുള്ളത് ഓടിച്ചു നോക്കണം. അത് അവരുടെ കയ്യിൽ ഓടിക്കാനുണ്ടോ ഇല്ലേ എന്നുള്ളതും അറിയില്ല. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏതോ ടോപ്പ് എൻ്റെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അറിയില്ല കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വണ്ടി ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുകയാണ്, ഓടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഫുഡ് ഒന്ന് കഴിച്ചിട്ട് പോകാൻ വെച്ചിട്ട് അപ്പോൾ അവർ പുറത്തെത്തിയിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ, ഭക്ഷണം ഒന്ന് കഴിച്ചു തീർന്നോട്ടെ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് 3 പേരുടെ താല്പര്യത്തിനനുസരിച്ച് വണ്ടി നോക്കാമെന്ന് വിചാരിച്ചാൽ. മുത്തിനൊക്കെ കൂടുതൽ ഇഷ്ടം താറ് തന്നെ എപ്പോഴും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും താറെന്ന് തന്നെ പറയണം. അപ്പോൾ ഞാൻ ആദ്യം താറ് പറഞ്ഞു സംഭവം, പിന്നെ ഈ നമ്മൾ കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാര്യമാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ചെയ്തത്. എന്തായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ഇത് വേണോ വേണ്ടതെന്ന് ഇന്ന് തീരുമാനിക്കും. ഇന്ന് തന്നെ ഇതിൻ്റെ ആൻസറും പറയും. അപ്പോൾ അത് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണം കഴിഞ്ഞ് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ വണ്ടി എവിടെയാ കിടക്കണം? മുത്ത് പോയി നോക്കിയായിരുന്നല്ലോ, മാറ്റിയാ? അല്ലയോ. അപ്പോൾ എന്തായാലും അവൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കളർ, ഈ കളറാണ് കേട്ടോ നമ്മൾ എടുക്കാൻ. ബ്ലൂവിന് ഞാൻ പറഞ്ഞേ, ബ്ലൂ കളറാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഉള്ളിലേക്ക് ഇവൻ തന്നെ ഒന്ന് കയറ്റി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊന്ന് കയറ്റി നോക്കട്ടെ ഇനിയിപ്പോൾ എങ്ങനെയാണ് കയറുണ്ടോ എന്നുള്ളത്. ഇവൻ്റെ ഐഡിയ അല്ലല്ലോ നമ്മുടെ ഐഡിയ. അമ്മേ പെട്ടു. ഇവൻ എങ്ങനെ എടുക്കണം? ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് കയറില്ല. ഇത് ഹൈബ്രിഡാണ് കേട്ടോ. ഇത് ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി കൊണ്ടാട്ടാ വന്നിട്ടുള്ളേ. ആ പോരെ, വേണ്ട ഇനിയിപ്പോൾ അവൻ കറക്റ്റായിട്ട് കയറി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അത് തന്നെ നിസാരം, നീ എടുക്ക്. ഒരച്ച എനിക്ക് ഉത്തരവാദിത്തമില്ല കേട്ടോ, ഞാനൊരച്ച എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈശോ 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 കറക്റ്റാക്കട്ടെ. അവൻ ആദ്യമായിട്ട് എടുക്കണതല്ലേ, ഒറ്റയടിക്കപ്പോൾ ഇങ്ങനെ അവൻ ഇങ്ങനെ തന്നെ എടുക്കണത് ഭാഗ്യം. എന്തേലും ഇത് അവിടെ ചെന്ന് നിൽക്കണേ, പേടിച്ചിട്ടാ? സിമ്പിളാ. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കാര്യം വലിയ വീതി കൂടുതലൊന്നുമില്ല അല്ലേ. അത് തന്നെ കുഴപ്പമില്ല, സിമ്പിളായിട്ട് കയറി വരുന്നുണ്ട്. അതിപ്പോൾ അവൻ ആദ്യമായിട്ട് എടുക്കണതുകൊണ്ടാണ്. ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി വരും. ഒരു കുഴപ്പമില്ല. ഓക്കെ, ക്ലീനായി. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ സിമ്പിളായിട്ട് കയറും എന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്കിത് മനസ്സിലായാൽ മതി എങ്ങനെയാണ് വണ്ടി കയറണത് എന്നുള്ളത്. ഓക്കെ, സക്സസ് %. ഞാൻ വിചാരിച്ചു നീയേ വണ്ടി കയറ്റാൻ ഇത്തിരി പാടുപെടുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വണ്ടി മുറ്റത്ത് കിടക്കുമ്പോൾ എങ്ങനെയാണ് നോക്കട്ടെ, ലുക്കുണ്ടോ നോക്കട്ടെ. കുഴപ്പമില്ല അല്ലേ, വീട്ടിലാണെങ്കിൽ വണ്ടിയല്ല അല്ലേ, താറ് കിടന്നാലേ അതിനൊരു ലുക്കുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ. നീ ഇത് ഓടിക്കണില്ല, ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ച് നോക്കിയോട്ടെ, എന്താണെന്നുള്ളത് അറിയാമല്ലോ, വിവരം അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് നോക്കട്ടെ കേട്ടോ, വണ്ടി ഒന്ന് ഓടിച്ച് നോക്കട്ടെ. അത്യാവശ്യം ഞാൻ ഫുൾ പൊക്കി വെച്ച് നോക്കാം. ഇതതുപോലെ തന്നെ ടോപ്പ് എൻഡ്. അതെ, നമ്മൾ ഉദ്ദേശിക്കാൻ എടുക്കുന്ന വണ്ടിയല്ല, പിന്നെ ഓട്ടോമാറ്റിക് ആണിത്. ഇത് 80 അല്ലേ, 80 ഓട്ടോമാറ്റിക്. ഇത് സീറ്റിലേക്ക് തളവ് വരാൻ വേണ്ടിയിട്ടുള്ള സംഭവം അല്ലേ. ഇത് മറ്റുള്ള വണ്ടികൾക്കൊന്നും അധികം കണ്ടിട്ടില്ല. EV മോഡ് എന്ന് പറഞ്ഞാൽ EV മോഡിൽ മാത്രം ഇട്ട് ഓടിക്കാൻ പറ്റുമോ? അതെങ്ങനെയാ അതിൻ്റെ ബാറ്ററിയിലെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ല, EV മോഡിലും മാത്രമായിട്ട് ഓടിക്കാൻ നമുക്ക് പറ്റില്ല. ഇല്ല അങ്ങനെ പറ്റില്ല. ഇത് ഡ്രൈവ് മോഡ്, അതായത് ഇതിലിട്ടിട്ടാണോ സാധാരണ ഓടിക്കാൻ പോകും? അല്ല, ഇത് നോർമൽ മോഡാണ് പറഞ്ഞത്. ഇതിന് അത് ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പവർ മോഡ്, എക്കോ മോഡ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതെവിടെയാണ് അതിന്റെ ബട്ടൺസ്? എവിടെയാണ് അത്? ഇവിടെ തന്നെ ഇതിൽ തന്നെ സ്ക്രീനിൽ വരും അല്ലേ. പവർ മോഡ്, എക്കോ മോഡ്, 2 മോഡാണുള്ളത്, പവർ മോഡ്, എക്കോ മോഡ്. EV മോഡിലേക്ക് ഇട്ടപ്പോൾ ഇങ്ങനെ മെല്ലെ പോവാണെങ്കിൽ EV മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ EV മോഡിലാണ് ഓൾറെഡി EVയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ വണ്ടി നിർത്തി ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ EV മോഡിലാവും കിടക്കണം, പെട്രോൾ ചിലവാവില്ല. ചിലവാവില്ല. അപ്പോൾ ട്രാഫിക്കിലൊന്നും പറ്റുമെന്ന് വെച്ചാൽ മൈലേജ് ഷോർട്ട് ആവാൻ ചാൻസ് കുറവാണ് അല്ലേ.
ഇതായതുകൊണ്ട്. പിന്നെ ഈ സീറ്റ് പൊക്കി ഇടുമ്പോ ഹെഡ് റൂം ഇത്ര ബേസ് മോഡലാണെന്നുണ്ടെങ്കിൽ ഹെഡ് റൂം കൂടുതലായിരിക്കും. ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് ഈ സൺറൂഫ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് താഴ്ന്നിട്ട് വരുന്നത്. മറ്റേ വണ്ടി കാണുമ്പോൾ സ്റ്റാർട്ടായി. സോറി, അതായത് ബാറ്ററിയുടെ ചാർജ് കഴിഞ്ഞപ്പോൾ നേരെ ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ ഇത്ര സമയം ഇതാവാനുള്ള ബാറ്ററി ഇതാണല്ലേ, ബാക്കപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമുക്ക് വേറെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ്, അതുകൊണ്ടാണ് ബാറ്ററി സോഴ്സ്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ചിലപ്പോൾ കയറാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഇതിലെന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ബാറ്ററിയിൽ ചാർജ് ചെയ്യാനായിട്ട്. അപ്പൊ അതെ, ആ ഒരു ഇത് കൊണ്ട് തന്നെ വേറെ നമ്മൾ ഈ ഒരു വണ്ടി റൺ ചെയ്ത് എടുക്കുന്ന ബാറ്ററിയുടെ ചാർജ് കൊണ്ട് തന്നെയാണ് റീചാർജ് ആവുന്നത്. പാർക്ക്, ഡ്രൈവ്, ന്യൂട്രല്, ഇത് അല്ലാണ്ട് മറ്റേ മാനുവലും കൂടിയിട്ട് ഓടിക്കാൻ പറ്റുന്ന AMT അല്ലത്, AT ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റം മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ ഇത് ഫുള്ള് ടോപ്പ് എൻഡില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബെസ്റ്റ് സീറ്റിലേക്കുള്ള AC-യുടെ കൂടുതൽ അലോയ് വീൽസ്, പിന്നെ സൺറൂഫ് ഭയങ്കര മുകളിലേക്ക് കാണില്ല, ഇത് അടച്ചു വെച്ചിട്ടും. അത് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും വലിയ വൈഡ് ആയിട്ടുള്ള സൺറൂഫ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയൽ അപ്പൊ അത്രയും കുറച്ചുകൂടി ലൈറ്റ് ആണ്, കാരണം ഇത് അങ്ങോട്ട് തിന്നായിട്ടാണ് പോണത് ബാക്കിലേക്ക്. അതുകൊണ്ടാണ് കുറച്ചുകൂടി ടോപ്പ് ഫുൾ തുറക്കാൻ പറ്റും. ഇത്രയും പോണു അല്ല, ഇത്ര പോകും. അപ്പൊ ബാക്കിൽ നിന്ന് സംഭവം ഇത് സെറ്റപ്പാണ്. ഓക്കെ, ഇതിന്റെ വെള്ളം ഇറങ്ങുന്നില്ലല്ലോ, ഞാൻ ഉപയോഗിച്ചിട്ടില്ല സൺറൂഫ്, അത് തന്നെ അറിയില്ല സംഭവം. പക്ഷെ ഇതിപ്പോ ഗ്ലാസ് ഉള്ളപ്പോ ഓക്കെ, ഗ്ലാസ് കഴിഞ്ഞിട്ട് നമ്മളത് അടച്ചിടുമ്പില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഉള്ളിലിരിക്കണ പോലെ തന്നെ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ലൈറ്റ് വരുന്നുണ്ട് സംഭവം. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ എപ്പോഴും ലൈറ്റ് കിട്ടേണ്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ലൈറ്റ് വരില്ല. ഇത് വെയിലില്ലാത്ത സംഭവത്ത് ഇങ്ങനെ വെയിലടിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കാഴ്ചയിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അല്ലെ. പിന്നെ ഇതില് മറ്റേ ഗ്ലാസ്സില് വേറെ വല്ല സംഭവങ്ങളുണ്ടോ? അതെ, ഇത് ഓട്ടോ ഡിമ്മിംഗ് ആണ് ഫുൾ ഓപ്ഷൻ വരും. ക്ലൈമറ്റ് കൺട്രോൾ AC. അതെ. പിന്നെ ഇപ്പോൾ അഡീഷണൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോള്, പിന്നെ വോയിസ് കമന്റ് ഇടുന്നുണ്ടോ? അതെ, വോയിസ് കമന്റ് എല്ലാത്തിലും ഉണ്ടോ? അലക്സയാണ് അപ്പോൾ അലക്സയാണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷനിലേക്ക്, അതായത് ഈ ഒരു സ്റ്റീരിയോ വരുന്നത് നമ്മളെല്ലാം സ്റ്റീരിയോ ഉണ്ടാവില്ലല്ലോ. അത് നമ്മൾ മേടിച്ച് വെക്കേണ്ടി വരും. അത് ഇതേ സെയിം തന്നെ നിങ്ങൾ സ്റ്റീരിയോ ഇപ്പൊ അവിടെ നിന്ന് വെച്ച് തരികയാണെങ്കിൽ എന്ത് റേറ്റ് വരും? അപ്പൊ 18,000 വരും. ഏത് സ്പീക്കേഴ്സ് ഒക്കെ അടക്കാം? ഇല്ല, സ്റ്റീരിയോന് മാത്രം എമൗണ്ട്. പിന്നെ സ്പീക്കേഴ്സ് ആകുമ്പോൾ ഒരു 10 എല്ലാം കൂടി 30 രൂപയുടെ അടുത്ത് എമൗണ്ട് വരും. സ്പീക്കേഴ്സ് ആഡ് ചെയ്യണം, അതുപോലെ ക്യാമറ, ഇതെല്ലാം ആഡ് ചെയ്യണം. അത് 360 റിവേഴ്സ് ക്യാമറ മാത്രമേ വരണം. അപ്പൊ 360 ആകുമ്പോൾ അതിനും കൂടും. 360 നമ്മളവിടെ ചെയ്യണില്ല. അപ്പൊ ഈ വണ്ടിക്കൊന്നും അങ്ങനെ വരുന്നില്ല. വണ്ടിക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് 360 ക്യാമറ വരുന്നുണ്ട്. അതേ സെയിം സാധനം നമ്മൾ അവിടെ ചെയ്യണില്ല. ഇല്ല, അതങ്ങനെ മാറ്റി അങ്ങനെ ഒരു ഇത് അപ്ഡേഷൻ വന്നേ കൊടുത്തിട്ടില്ല. അത് നമുക്കിതിലെ HUD എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്, അതെന്റെയാണ്. അതായത് ഓഫ് ചെയ്ത് വെച്ചാൽ HUD എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയും. നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ കാണാൻ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഏതിൽ കാണാൻ സാധിക്കും? ഇപ്പൊ ആ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. ഇതിൽ വരുമെന്നാണോ പറയണേ? അല്ലല്ല, ഓ അങ്ങനെയുള്ള സംവിധാനം ഉണ്ട് ഇത് അല്ലേ. അത് വെരി ഗുഡ്, അതാദ്യമായിട്ട് കാണാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ പുതിയ ടെക്നോളജി ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, എനിക്ക് അറിയണ്ടേ. അപ്പൊ ഞാനിത് അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ എന്താണ് ഓപ്ഷനുള്ള മറ്റുള്ളവർ? ഇതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഉപയോഗിച്ച ശീലമുള്ളവർക്ക്, നമ്മളിപ്പോ സ്വിഫ്റ്റ് ഉപയോഗിച്ചു അല്ലെങ്കിൽ അതിന്റെ ഒരു തൊട്ട് മുകളിലുള്ള വണ്ടി ഉപയോഗിച്ചപ്പോഴൊന്നും ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാത്തത് കൊണ്ട് അതിനകത്ത് ഇല്ലാത്ത എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇത് ഓക്കെ. വോയിസ് കമന്റില് അലക്സയിൽ എല്ലാം ഇതാണല്ലോ അല്ലെ? ക്രൂയിസ് ഒക്കെ അലക്സയിൽ തന്നെയാണ്? അല്ലാണ്ട് മറ്റുള്ള ഇതുകളൊന്നും മറ്റേ സിസ്റ്റം വർക്ക് ചെയ്യുന്ന, അതായത് അലക്സ ഇത്ര വലിയ സ്പീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് അതൊന്നുമില്ല. ഓപ്പൺ സൺറൂഫ് ഒന്നുമില്ല. അപ്പൊ MG ഒന്നും പോലെ അത്ര ഇങ്ങോട്ട് ഇതല്ല അല്ലേ. ഇതിപ്പോ ഈ കാണുന്നത് P3 ഇതൊന്നും സമയം കാണുന്നത് അവിടെയാണ് അല്ലേ. ഇതികൾ നോക്കുമ്പോ അതിൽ എഴുതി കാണിക്കുന്ന പോലെ അല്ല, മുന്നിൽ എവിടെയോ എഴുതി കാണിക്കുന്ന പോലത്തെ ഇതാണ് അല്ലേ. അത് സംഭവം അടിപൊളിയുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ബാക്കി കഥ പറയും അല്ലേ. ഡ്രൈവിലേക്ക് ഇട്ട് B എന്താ? അത് ബ്രേക്കിംഗ് ഫോഴ്സ് ആണ്. കുറച്ചുകൂടി നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് വേണ്ട സിറ്റുവേഷനിൽ ഒരു കുത്തനെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിലേക്ക് നമ്മളിപ്പോ കയറ്റത്തൊക്കെ കൊണ്ട് നിർത്തി വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ബട്ടൺ ഇടണം? വേണ്ട, ഒന്നും ചെയ്യേണ്ടത്, തന്നെത്താൻ അങ്ങനെ തന്നെ പോകും. വണ്ടി ഹോൾഡ് ചെയ്യണം. ഇതിപ്പോ നമ്മുടെ സ്വിഫ്റ്റിനായിട്ടും വലിയ വീതിയൊന്നും കൂടുതലില്ലെന്നുണ്ടല്ലേ. പെട്രോളിന്റെ ഇൻഡിക്കേഷൻ കത്തുണ്ട്, കുഴപ്പമില്ല. ഇത് PV മോഡിലാണ് പോണത്, അതാണ് എഞ്ചിന്റെ സൗണ്ട് ഇല്ലാത്തത് അല്ലേ.
അല്ല നീ മറ്റേ വണ്ടി കാണിച്ചു തരാന്ന് പറഞ്ഞില്ല ഇപ്പൊ നമ്മളെ, അത് എവിടെയാ കിടക്കണേ? തലൂർക്കാണ് പോകേണ്ടത്. അല്ല അപ്പോ നിലവില് കമ്പനിയിൽ കിടക്കണ്ടെന്ന് പറഞ്ഞ ബ്ലൂ കളർ നീ അത് ഡെലിവറി പോയി, അത് ഇന്നലെ ആയിരുന്നു. ആണോ? ഇനിയിപ്പോ നമ്മൾ എടുക്കുന്ന സെയിം വണ്ടി കാണണമെങ്കിൽ തലൂർക്ക് പോകണം. അപ്പൊ നമ്മളിപ്പോ തലൂർക്കാണ് പോകേണ്ടത്. അപ്പൊ ഹൈവേയിൽ ഒന്ന് ഓടിച്ചു നോക്കാം, പെർഫോമൻസ് ബേസും അറിയാം. നമുക്ക് ലെഫ്റ്റ് പോയിട്ട് അങ്ങനെ പോയിട്ട് പോകാം. എങ്ങനെ അവിടേക്ക് കിഴക്കേക്കോട്ട വഴി ഇങ്ങനെ പോകാലോ. കിഴക്കേക്കോട്ട കൂടി പോവാണെങ്കിൽ ഇതല്ലേ നല്ലത്? അല്ല, ഇങ്ങനെ കേറിയിട്ട് നമ്മളാ GC-യുടെ വഴി കൂടെ അങ്ങനെ കയറി പോകാം. അന്ന് നീ പറയുന്നത് വഴിക്കാൻ പോവാം. ഓക്കെ, ഇപ്പൊ ഗിയർ മാറുന്നത് അറിഞ്ഞില്ല ഞാൻ, അത് ഗിയർ മാറാണ്ടാണോ? അല്ല, ഗിയർ മാറുന്നുണ്ട്, അല്ലാതെ സാറിന് ചോദിച്ചത്. സാധാരണ ഇപ്പൊ താറ് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോ ഓടിച്ചു നോക്കി, അപ്പൊ അതിൽ ഓരോ ഗിയർ മാറുന്നതും നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ അറിയണില്ലാത്തോണ്ടാണ് ഞാൻ ചോദിച്ചു. അതിന്റെ കാരണം കേട്ടോ, ശരിക്കും ഫുൾ ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെയുണ്ട്? ഫീൽ എംടി ഓടിക്കുന്ന ഫീൽ ഒന്നും അല്ലല്ലോ. പിന്നെ ഹൈറ്റ് ഉണ്ട്, സീറ്റ് ഇപ്പൊ മാക്സിമം ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിപ്പൊക്കെ നല്ല ഇതാണ്. പിന്നെ ഈ സൺറൂഫ് മറ്റേ വണ്ടിക്ക് കുഴപ്പമില്ലാന്നല്ലേ നീ പറയുന്നത്? സൺറൂഫ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ ഇങ്ങനെ നിൽക്കൂലേ ഹെഡ്സെറ്റ് കൊടുക്കുമ്പോ. പക്ക നമ്മള് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നതിന്റെ സെയിം ആണ്. കാല് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ ആ ഒരു ഇനീഷ്യൽ പവർ ഇല്ലേ, അതങ്ങനെ കയറണില്ല. അതെന്താ വെച്ചാൽ ഇതിൽ നമുക്ക് 1.5 ലിറ്റർ എഞ്ചിനാണല്ലോ വരുന്നത്. ഇത് എല്ലാ മോഡലിലും 1.5 ലിറ്റർ എഞ്ചിനാണ്. അതായത് അപ്പൊ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സാറ് നോർമലായിട്ട് സ്ലോവില് കയറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകും വണ്ടി. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞ ഒരു നമുക്ക് പവർ വേണ്ട സമയത്ത് നമ്മളൊന്ന് കാല് കൊടുത്തു ഓടിക്കണം തോന്നി കഴിഞ്ഞാലും അങ്ങനെ കേറില്ല എന്നല്ലേ? അതായത് കേറും വണ്ടി, പക്ഷെ ആ ഒരു ഇതിപ്പോ സാർ ആ ഒരു പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുന്നതിന്റെ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നു മാത്രമേ. വണ്ടി പവറുള്ള പോലെ ഇങ്ങനെ കാല് കൊടുക്കുമ്പോ കാണിക്കുന്നുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലേ? അതിന് പകരം സാർ മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ സാറിന് ആ ഒരു പവർ ഡ്രോപ്സ് അവിടെ ഫീൽ ചെയ്യില്ല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഗിയർ ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നാലേ കയറി പോലോ. അപ്പൊ എന്തായാലും ആ വണ്ടി ഓടിക്കാനില്ല, എന്തായാലും അറിയില്ല അല്ലേ? അത് അപ്പൊ എന്താ ഒരു വണ്ടി ഓട്ടോമാറ്റിക് ഒരു വണ്ടി നോർമലും വേണ്ട ശരിക്കും പറഞ്ഞ കമ്പനിയിൽ നമുക്ക് ഈ വണ്ടി മേടിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ആ സെയിം ഒരു വണ്ടി ഓടിച്ചു നോക്കിയാലും നമുക്ക് അതിന്റെ ഫുൾ ഫീലിങ്സ് അറിയുള്ളൂ. ശരിയാണ്, പക്ഷെ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടി കിട്ടിയാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അല്ല ഒരു ഡീലർഷിപ്പിലും ഉണ്ടാവില്ല. ഇല്ല, പിന്നെയുള്ളത് ഇതല്ലേ നീ പറഞ്ഞ വഴി ഇതല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണല്ലോ. ഈ ഹോണാണോ കമ്പനി വരുന്നത്? അല്ലല്ല, അതിന്റെ ഒരു ഹോൺ പോയതാ. ഈ വിലയും കൊടുത്ത് മേടിക്കുന്ന വണ്ടിയുടെ ഹോൺ ഇതാണോ? സിംഗിൾ ഹോൺ അല്ല, ഡുവൽ ഹോണാണ് വരുന്നത്. അതിന്റെ ഒരു ഇത് പോയി. ഇത് 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് 30,000 ഓടിയുണ്ട് ടെസ്റ്റ് ഡ്രൈവില്. പിന്നെ കുറച്ച് ആക്സിഡന്റ്സ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലോ. അല്ല മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ഒന്നും അത്ര വലിയ ആക്സിഡന്റ് ഇല്ല. എന്നാലും പെയിന്റിംഗ് അല്ലാണ്ട് ഞാൻ ഇടിച്ചുണ്ടായിട്ട് അങ്ങനെയാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴത്തെ പെർഫെക്ഷൻ കുറയും. അതാ ചോദിച്ചാ, അങ്ങനെ ഉണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ടെന്ന് പറയണം കേട്ടാ. ഫീല് നമ്മൾ സാധാ ഓടിക്കണ വിട്ടിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? വിസിബിലിറ്റി ഉണ്ട്, അല്ലാണ്ട് കുണ്ടിലിരിക്കണ ഫീൽ ഒന്നുമില്ല. കാല് കൊടുത്ത് നോക്കിയേ, അപ്പൊ എന്തൊരു വ്യത്യാസം നോക്കിയേ. ഇങ്ങനെ ഓടിക്കാൻ നല്ല രസമുണ്ട്. അല്ല കാല് കൊടുക്കുമ്പോഴേ ഒരു മുളിച്ചല്ല ഒരു ശബ്ദം ഇങ്ങനെ കേറി വരുന്ന സംഭവമൊക്കെ എന്താ തോന്നണേ? അങ്ങനെ കൊടുക്കുമ്പോ കണ്ടോ ഒരു സാധാ ഇതല്ലേ നമ്മള് ക്ലച്ചൊക്കെ റേസ് ആയിട്ട് പോണ പോലെ അങ്ങനത്തെ ഒരു ഫീല് തോന്നണില്ലേ? എന്നാലും മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോ ഭയങ്കര സുഖമുണ്ട് അല്ലേ? അത് വെച്ച് നോക്കുമ്പോ വ്യത്യാസമുണ്ട്, നല്ലതാ. അതിനൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് അതിന്റെ 4 ഇരട്ടി നല്ലതാ. പക്ഷെ ഈ ഒരു സൺറൂഫിന്റെ കേസിൽ ഒരു വലിയ ഇതുണ്ട് കേട്ടോ. വിസിബിലിറ്റി ഭയങ്കര കൂടുതലാ, ഹൈറ്റ് ഉണ്ട്, ഓടിക്കാനും ഭയങ്കര സുഖമുണ്ട് അല്ലേ? ഇനി കാല് കൊടുക്കുമ്പോഴത്തെ ഒരു വ്യത്യാസമുണ്ട്. ഫീൽ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അവിടെ കിടക്കണ വണ്ടി കൂടി ഒന്ന് പോയി കണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് സൺറൂഫ് ഓപ്പൺ ചെയ്യണം ചേട്ടാ. ആ സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യോ? ഞങ്ങൾ യാത്രക്കാർ സംതൃപ്തരല്ല. സൺറൂഫ് ഓപ്പൺ ആയി ആ വെയിൽ കൊണ്ടു കഴിഞ്ഞാലാണ് തൃപ്തിയാവുള്ളൂ. അതുണ്ട്. അല്ലല്ല മാനുവല്. വലിയ സുഖമുണ്ട്, പക്ഷെ ഈ പറയുന്നത് 16 രൂപ കൊടുക്കണ്ടേ? അത് തന്നെ ഇതൊക്കെ കൊടുക്കണ്ട. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് തോന്നുമ്പോൾ കിട്ടുന്ന വില എത്രയാവുമെന്ന് അറിയോ? ചേട്ടാ അടച്ചോ, വെയിലുണ്ട് നന്നായിട്ട്. മോളിൽ നിന്ന് സൺറൂഫ്
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആവശ്യകതയ്ക്കൊന്നും സൺറൂഫിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു. ഫുൾ അടച്ചോടാ. അവരൊരു ആഗ്രഹമായിരുന്നു, ആഗ്രഹം കഴിഞ്ഞു അല്ലേ? ആ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ തണുത്താൻ വന്ന് അടഞ്ഞു. പിന്നെ ഇവിടെ ഈ വെന്റുള്ള കാലം സുഖമായിട്ടോ, നല്ല കാറ്റ് കിട്ടും. പിന്നെ ഐഫോണിന്റെ ചാർജറും ഉണ്ട്, നോർമൽ ആൻഡ്രോയിഡ് രണ്ടും ഉണ്ട് അല്ലേ? അപ്പോൾ അതും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ വേറെ എന്താ പറയുക, ഫിനിഷിംഗ് ഒക്കെ ലെതർ ഫിനിഷിംഗ് അല്ലേ ഉള്ളില്. ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ഏതാന്ന്? ഹെർമന്റെ സ്പീക്കേഴ്സും ഒക്കെ 4 സ്പീക്കർ അല്ലേ വരുന്നത്? ഓക്കെ. അത് അവിടെ ചെല്ലുമ്പോൾ അതിപ്പോൾ കേട്ടിട്ട് കാര്യമില്ല, നമ്മൾ മേടിക്കാൻ പോണ വണ്ടിക്കില്ലല്ലോ. എന്നാലും ഇത് ജസ്റ്റ് വർക്കിംഗ് കേൾക്കാമല്ലോ നമുക്ക്. ഒന്ന് വെച്ചോളൂ കേട്ടോ. പിന്നെ അതായത് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അവിടെ ഒരു ലൈറ്റ് ഉണ്ട് അല്ലേ? അല്ല സാധാരണ ടൈപ്പ്. ഓക്കെ, കുഴപ്പമില്ല. ബാക്ക് സ്പേസും ഉണ്ട് ഇഷ്ടം പോലെ. ചെടി മുന്നിലേക്ക് കയറ്റി ആ സൈഡ് പിടിച്ച് പോക്കോ. കയറ്റി എടുത്തിക്കോ, കയറ്റി പോട്ടെ. ആ ഓഫ് റോഡ് ടെസ്റ്റിംഗ് ഉണ്ടോ ഇതാ? ഇനി വെള്ളത്തിൽ ചാടിക്കണ്ട. ഞാൻ വിചാരിച്ചു ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യാനാണ്. കുറച്ചുകൂടി മുന്നിലേക്ക് പോട്ടല്ലോ. അത് കുഴപ്പമില്ല, കഴുകാനൊക്കെ പറ്റി വണ്ടി. ഓക്കെ, ഇതിന്റെ ഉള്ളിലാണോ? ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിർത്തിക്കാനോ? ഇതിവരെ യാർഡാണ്, നിങ്ങളെ യാർഡാണ് അല്ലേ ഇത്? ഇവിടെയാണ് വണ്ടികളൊക്കെ ഉണ്ടാവുക. ഇവിടെ ഒന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഉദ്ദേശിച്ച വണ്ടി ഇതേ കളറാന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതേ കളറാണ്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്, ഇത് സിഗ്മ എന്നോ എന്താ പറഞ്ഞിട്ടുള്ള വേറൊരു മോഡലാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറഞ്ഞത് അവൻ, ഓട്ടോമാറ്റിക് ആയിരുന്നു നല്ലത്. പക്ഷെ അത്ര പൈസ കൊടുത്ത് ഒരു ഓട്ടോമാറ്റിക് മേടിക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിൽ നമുക്ക് ഓട്ടോമാറ്റിക് അല്ലാത്ത വണ്ടി ഇവിടെ കാണിച്ചാൽ അത് പറഞ്ഞാൽ തപ്പാൻ വേണ്ടി പോയേക്കുക. എങ്ങനെ ഓടിക്കാന്നാ? ഗിയർ മാറ്റി ഓടിക്കണം. ഗിയർ മാറ്റുന്ന ആലോചിക്കും പോലെ. അല്ല ഇതും അതും തമ്മിൽ എത്ര ലക്ഷം രൂപയുടെ വ്യത്യാസം എന്നറിയോ? 3 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ഓട്ടോമാറ്റിക് ഇതും തമ്മിൽ. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വേരിയന്റും ഈ ഓട്ടോമാറ്റിക്കും തമ്മിൽ. അപ്പോൾ ആ 3 ലക്ഷം രൂപ കൊടുത്തൊരു ഓട്ടോമാറ്റിക് സംഭവം ശരി. എനിക്കും ഇഷ്ടം ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ ഇതൊക്കെ നമ്മളെ ഈ നമ്മളുടെ വണ്ടി കണ്ടില്ല, ഇപ്പൊ ഇത്ര ഒരു 75,000 രൂപ കൂടുതൽ കൊടുത്തെടുത്തിട്ടുള്ളതാണ് നമ്മുടെ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്. വണ്ടി കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു വില കൂടുതലും ഇല്ല. നമ്മൾ ആ 2018-19 മോഡൽ വണ്ടിക്ക് എത്രയാണോ വില, ആ വില തന്നെയാണ് ഈ ഓട്ടോമാറ്റിക് ആയാലും കിട്ടുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ഈ 3 ലക്ഷം രൂപ ഇതിന് കൂടുതൽ കൊടുക്കണം. മറ്റേനാണെങ്കിൽ 75,000 രൂപ കൂടുതൽ കൊടുത്തിട്ടു. പിന്നെ ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ എടുത്തു കൊടുത്തിട്ട് കാര്യം? ഓടിക്കാൻ ആ സുഖത്തിന് വേണ്ടി 75,000 രൂപ ആ വഴിക്ക് അങ്ങോട്ട് പോയി. വണ്ടി വിൽക്കുമ്പോഴത്തെ ഇതും ആ വഴിക്ക് അങ്ങോട്ട് പോയി. അത് വേണ്ടാന്ന് ഈ പ്രശ്നത്തെ ഒരു ആലോചനയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഇത്തിരി കഴിഞ്ഞാൽ മാറാം. പക്ഷെ ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഇതേ ഇഷ്ടം പോലെ വണ്ടി. ഞങ്ങൾ BRDയിലാണ് നോക്കാൻ വന്നിട്ടുള്ള. അതെ, അവൻ വിളിക്കുന്നുണ്ട്. BRDയിലാണ് നോക്കാൻ വന്നിട്ടുള്ള. ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഇവിടെ നിന്നാണ് വണ്ടികൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന പോലത്തെ അവൻ നോക്കിയിട്ട് അവിടെ വിളിച്ചിട്ടുണ്ട്. അവിടെ കിടക്കണ്ടെന്നാണ് പറയണത് വണ്ടി. അപ്പം എന്തായാലും പോയി നോക്കി വെക്കാം. ഈ വണ്ടി ഇഷ്ടം പോലെ കിടക്കണ്ടല്ലേ? ഈ ഫ്രോൺസ് ഗ്യാസ് CNG കയറ്റി ഇതിന് വില പിന്നെയും കൂടുതൽ തന്നെയാണെന്നുണ്ട്. മുത്തേ വാ. CNG ഇതേ എർട്ടിക്ക കിടക്കണു. XL6 ഇതാണ് XL6ന്. ഇത് എർട്ടിക്കേനേക്കാളും നല്ല വണ്ടി, ഹൈറ്റൊക്കെ കൂടിയ വണ്ടി. ബക്കറ്റ് സീറ്റ്. അതും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഇവിടുത്തെ കാണാം നമുക്ക്. പിന്നെ ഇവരുടെ സർവീസ് സെൻറ്റർ, ഷോറൂമുകൾ, സംഭവങ്ങളൊക്കെയാണ് BRDയുടെ. അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സെയിം വേരിയൻറ്റ് വണ്ടിയുടെ ഉള്ളൊന്ന് കയറി നോക്കാം. ഗായ്സ്, നമ്മൾ കാണാൻ വന്ന വണ്ടി ബ്ലൂ കളറല്ല. നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച ബ്ലൂ കളറാണ്. പക്ഷേ സെയിം വേരിയൻറ്റിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ടോണും കാര്യങ്ങളൊക്കെ സെയിം ആണെന്ന് പറഞ്ഞത്. പക്ഷേ വീൽ കപ്പും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. സംഭവം എല്ലാം കൂടി ഒരുമിച്ച് ക്ലിയർ ആയിട്ടുള്ള വണ്ടി നമുക്ക് ഇതേവരെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ മാനുവല് ബ്ലൂ കളറ് സാധാ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സെയിം വണ്ടി ഇവിടെ ഇല്ല. പക്ഷേ ബാക്കിയുള്ള ഇൻറ്റീരിയറിൽ വല്ല ഇനി വ്യത്യാസം ഉണ്ടതൊന്നും നമുക്കറിയില്ല. കളർ ടോണൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അതൊന്നും അറിയാൻ പറ്റണില്ല. അപ്പോൾ എന്തായാലും കണ്ടു സംഭവം.
അപ്പോൾ ബാക്കിലൊക്കെ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള സ്റ്റെപ്പിനി ടയറൊക്കെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. കറക്റ്റ് സംഭവം നമ്മൾ മേടിക്കാൻ പോകുന്ന ഇത് വണ്ടി അതേ സെയിം വേരിയൻറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ഓടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മാനുവലാണെങ്കിൽ നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുമില്ല. മാനുവലൊക്കെ ഓടിച്ച് നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇതറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടെന്നുള്ള സംഭവം. ഇതിപ്പോൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി കാണാൻ മാത്രമാണ് പറ്റുള്ളൂ. കണ്ടിട്ട് നമ്മൾ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എടുക്കാൻ പോകുന്ന വണ്ടി ഓടിച്ച് നോക്കി എടുക്കുക എന്നുള്ളതൊരു ഭയങ്കര മെയിനായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓട്ടോമാറ്റിക് ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനുവലിൻ്റെ എന്തായാലും പെർഫെക്ഷനും കാര്യങ്ങളും നമുക്കറിയില്ല. മാനുവൽ ഓടിച്ച് കഴിഞ്ഞാൽ മാനുവലിൻ്റെയും ഓട്ടോമാറ്റിക് ഓടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിൻ്റെയും പെർഫെക്ഷൻ മാത്രമാണ് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരടുത്ത് പറഞ്ഞു ഏതെങ്കിലും കസ്റ്റമറുടെ കയ്യിലത്തെ വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിക്കാനായിട്ട് ഒന്ന് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അങ്ങനെ വല്ലതും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഓട്ടോമാറ്റിക് ഓടിച്ച് നോക്കിയിട്ട് മാനുവൽ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത്. അതിന് ശേഷം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കുള്ളൂ കേട്ടോ. സസ്പെൻഷൻ്റെ അടിയും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഇതിൽ വണ്ടി ഓടിച്ച് നോക്കും സ്പീഡിൽ. അപ്പോൾ ഇങ്ങനെ കടക്കണമെന്ന് ചാടില്ലേ, അതുപോലെ ഇതേ അവിടെ ബോർഡ് പോലത്തെ സംഭവം കണ്ടോ. അപ്പോൾ അതിലേക്ക് ഓടിച്ചിട്ട് അത് മനസ്സിലാക്കാൻ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നൊരു സംഭവമാണത്. പക്ഷെ ഞാൻ ഓടിച്ചപ്പോഴേ എനിക്ക് സ്റ്റിയറിങ്ങിലാണ്, അപ്പോൾ ഇരിപ്പിലാണ് ഒരു ചാട്ടം കൂടുതൽ ഇങ്ങനത്തെ പോലത്തെ തോന്നി. പക്ഷെ നീ ഓടിച്ചിട്ട് ഞാൻ ഈ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഫീൽ ഇല്ല. അങ്ങനെ അവൻ വണ്ടി കൊണ്ടുവന്നിട്ട് ഓടിക്കാൻ തന്നു. ഓടിച്ചു നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം ഇതൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ ഇഷ്ടമായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമായില്ല. അങ്ങനെയൊക്കെ തന്നെ ഒരു രണ്ടഭിപ്രായം ഉണ്ട് ഈ വണ്ടീനെ കുറിച്ച്. പക്ഷെ താറിനെ കുറിച്ചിട്ട് ഒരേ ഒരു അഭിപ്രായമുള്ളൂ, അതെല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള അഭിപ്രായമാണ് അല്ലേ. ഇതിനെ വെച്ച് നോക്കുമ്പോൾ താറിനോട് കൂടുതൽ അഭിപ്രായം ഉണ്ട് അല്ലേ. ഇത് വെച്ച് നോക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാലേ ഫുൾ ഓട്ടോമാറ്റിക് കെട്ടി നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ 12.5 ലക്ഷത്തിന്റെ വണ്ടി ഫുൾ ഓട്ടോമാറ്റിക് ആകുമ്പോ 17 16.5 2024 ആകുമ്പോ 17 ആവും പറഞ്ഞു. അത് കറക്റ്റ് പറഞ്ഞില്ല. ചിലപ്പോ 16 17ന്റെ ഉള്ളില് എന്താണ് പറഞ്ഞിട്ടുള്ളത്. 4 ലക്ഷം രൂപയുടെ വ്യത്യാസത്തിന്റെ അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ താറ് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരുന്നപ്പോ നാളെ എനിക്ക് തോന്നുന്നു താറ് 2 വീൽ ഡ്രൈവ് കൂടി ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം അത് ഓക്കെയാണ്, നമുക്ക് 100% തൃപ്തി. നമ്മൾ അന്ന് ഓടിച്ചത് ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡ് വെഹിക്കിളിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. അത് നിതയ്ക്കും അത് ഇഷ്ടപ്പെട്ടു സംഭവം അല്ലേ. ഓഫ് റോഡ് വെഹിക്കിൾ എന്തായാലും നമുക്ക് അതുകൂടി അങ്ങോട്ട് ഓടിച്ചതിന് ശേഷം തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഓടിച്ചതിന് ശേഷമാണ് തീരുമാനിക്കുള്ളൂ ഏത് വേണം എങ്ങനെ വേണം എന്നുള്ള കാര്യം. മുത്തിന്റെ പ്രിഫറൻസ് താറ് മാത്രമാണ്, വേറെ ഒന്നുമില്ല, ഒരു വണ്ടിയില്ല അല്ലേ. ഒരേ ഒരു ഇഷ്ടം താറ് മാത്രം. ഇനി നമ്മളുടെ വീട് നോക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീട് നോക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നേരെ നമ്മൾ വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട്. അതിപ്പോൾ നിലവിൽ അവിടെ പണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത്. അത് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ബാനിതേ, ബാമുത്തേ, ബാനിതേ. അയ്യോ ഇത് നമ്മുടെ ഇതല്ലേ സ്റ്റാർ. അയ്യോ ഇതെന്തിനാ പിന്നെ അകത്തേക്ക് പിന്നെ കയറ്റിക്കൊണ്ട് വന്നേ. എന്നാ പുറത്തേക്ക് കളയേ. ബാ എന്നിട്ട് പോവാ. വീട്ടിൽ വന്ന് കേറിയപ്പോഴേക്കും വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പപ്സ്. ഇത് ചെറുതാട്ടാ, അത് അപ്പനെന്ന് സ്നേഹം കൊണ്ടാന്ന് വിചാരിക്കും നമ്മൾ ഫസ്റ്റ് എനിക്ക് തന്നത്. എന്താടാ മുത്ത ഇപ്പൊ ആ പപ്സ് താഴെ പോയേനെ. എനിക്കൊരു കടലാസിന്റെ ഭക്ഷണം താ. വേറെ എന്ത് ഭക്ഷണം തിന്നാലും നമുക്ക് അറിയില്ല എന്താ കഴിച്ചെന്നുള്ളത്. പക്ഷെ ഈ പപ്സ് തിന്നാൽ അറിയും പപ്സാ കഴിച്ചെന്ന്. കാരണം ദേ ചുണ്ടേക്കടെ, മുഖത്തേക്കടെ, കയ്യേക്കടെ, മേത്തേക്കടെ, എല്ലായിടത്തേക്കടെയും വാരി തേച്ചുണ്ടാവും. മുട്ടയില്ലേ പപ്സില്? എന്തേ അയ്യേ നിന്റെയിലോടാ, നിന്റെയിൽ നോട്ടാ. അയ്യേ ഇത് എല്ലാവർക്കും ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ നോക്കി നോക്കട്ടെ ഗൈസ്. അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കണം. പിള്ളാച്ചാ നമുക്ക് കേസ് കൊടുക്കാം. ആ അത് എന്ത് വേസ്റ്റ് ആയിട്ട് നിന്നോളൂ. ഞാൻ എൻ്റെ ഒന്ന് നോക്കി നോക്കട്ടെ ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വണ്ടി ഇത് നമ്മൾ കയറ്റിയിട്ടു. ആ സൈഡിൽ ഒന്നുകൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ അവിടെ 3 വണ്ടി ഇടാനുള്ള സൗകര്യമാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ തന്നെ 3 വണ്ടി ഇടാം, പിന്നെ ഇങ്ങനെ 2 വണ്ടി ഇടാം. 5 വണ്ടി കയറ്റിയിടാനുള്ള സൗകര്യം നമ്മുടെ വീടിനുണ്ട്. നോക്കിയേ അടിപൊളിയായിട്ട് 5 വണ്ടിയും കയറ്റിയിടാം.
ഇനിയിപ്പോൾ സെന്റർ ആക്കിയാലോ? ആ ശരിയാ, പാർക്കിംഗ് അല്ലേ, ശരിയാണ് കേട്ടോ. അവിടേക്കൊക്കെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് വണ്ടി കയറ്റിയിടാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇവിടെ പേ പാർക്കിംഗ് ആയിട്ട് വണ്ടി കയറ്റിയിടാന്ന് പറയുന്നത്. പിന്നെ ഈ സൈഡിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ കല്ലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കുഴിയടിച്ച് പൊട്ടിക്കാനുള്ള ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അവർ വന്നിട്ട് വേണം ഈ സൈഡൊക്കെ കറക്റ്റ് മതിൽ കെട്ടിയ പോലെ തന്നെ കുഴിയടിച്ച് ഇങ്ങനെ അടർത്തി എടുക്കും. അതാണ് പരിപാടി. ആപ്പ് വെച്ച് പൊട്ടിക്കാന്ന് പറയില്ലേ, ആപ്പ് വെച്ച് നമ്മൾ പൊട്ടിച്ചെടുക്കും. അപ്പോൾ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടന്മാർ വന്നിട്ടില്ല. അപ്പോൾ അവർ വരുന്നവരെ ഞങ്ങൾ പപ്സൊക്കെ തിന്ന് അടിപൊളിയാക്കുകയാണ് പരിപാടികൾ. ഒക്കെ തിന്ന് കഴിഞ്ഞ് ഹാപ്പി ആകുമ്പോഴേക്കും അവർ വരും. അപ്പോൾ അതിന് ശേഷം വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി കുറച്ച് പരിപാടി ബാക്കിലും സൈഡിലൊക്കെ ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട് കാണാൻ വന്ന ആൾക്കാർ വന്നു, എല്ലാം നോക്കി. അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ നമ്മളോട് പ്ലാനും കാര്യങ്ങളും അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വാസ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വാസ്തു അനുസരിച്ചാണ് പണിതിട്ടുള്ളത്, അപ്പോൾ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് അയച്ചു കൊടുത്ത് അവർ ലോണിൻ്റെ കേസൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും കൊടുക്കാനുള്ള പേപ്പേഴ്സൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. നിലവിൽ വാസ്തു നോക്കിയതിന് ശേഷമാണ് ബാക്കി പേപ്പറൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഇനി വാസ്തു നോക്കണ ആൾ എന്ത് പറയും എന്നുള്ളത് അറിയില്ല. പല ആൾക്കാർ പലതാണ് പറയണത്, ഇതൊക്കെ വ്യാഖ്യാനിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിക്കോട്ടെ, അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം നോക്കി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് വിഷയമില്ല. പിന്നെ അത് തന്നെയല്ല, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി അറിയാം. വാസ്തുശാസ്ത്രപരമായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാനും എന്തിനാ ഇതൊക്കെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്തിരി അറിയാം. ഒരു വീട് പണിതപ്പോഴത്തേക്ക് കുറച്ച് വാസ്തു പഠിച്ചു. അപ്പൊ ഇനി ഈ പ്ലോട്ട് മൊത്തം വീട് പണിത പ്രതിഷേധന് അതിന്റെ മുന്നിൽ ഒരു കുഞ്ഞൊരു റൂം പണിതിട്ട് ആസ്ട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. ഇതെങ്ങനെയാ ഇവരൊക്കെ പഠിക്കണത്? ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് നോക്കിയിട്ട് തന്നെ ഈ പഠിക്കണത്, അറിയില്ലേ? അപ്പോൾ അതിൽ നിന്ന് അവർ പഠിച്ച വിവരങ്ങൾ അവരിങ്ങനെ പറയണത് നമ്മൾ കേട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ആ ബുക്കിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു, അങ്ങനെ തന്നെ പഠിക്കുക. ഇപ്പോൾ ഈ വീടിൻ്റെ ഏതൊക്കെ ദർശനം എവിടെ നിന്നാണെന്നുള്ളത് എനിക്ക് ഫുള്ള് മനസ്സിലായി. ഇതിൻ്റെ പടിഞ്ഞാറ് ഇവിടെ ആയതുകൊണ്ട് വീട് പടിഞ്ഞാറത്തേക്ക് ദർശനം കിഴക്കുന്നു, സൂര്യ ഉദിക്കുന്നു, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ കിണർ വരാൻ പാടില്ലാത്ത ഭാഗം ഏതാണെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ സെഫ്റ്റി ടാങ്ക് വരുന്നത് എവിടെയാണെന്നറിയാം, കിച്ചൺ എവിടെ വരുന്നത് എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. കൈസ എന്നിട്ട് എന്നെ കളിയാക്കുന്നത് ബെഡ് എവിടെ നിന്ന് എങ്ങനെ ഇടണം എന്നുള്ളത് അറിയാം, എയർ സർക്കുലേഷൻ എങ്ങനെ പോകണം എന്നുള്ളത് എനിക്കറിയാം. കിണറും ബാത്റൂമും എവിടെ വേണമെന്നുള്ളത് അതെ, അതെനിക്കറിയാം, അത് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ നമ്മളൊരു ദിവസം വാസ്തു നോക്കാണ്ട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സാധനം കേൾക്കുന്നത് ഇതെന്താ സംഭവം പറഞ്ഞ എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇത് ഈ പറയണതിൽ ഒരു കാര്യങ്ങളും എനിക്ക് ഇഷ്ടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കിഴക്ക് ഭാഗത്ത് എന്നിട്ട് അടുക്കള വെക്കണത്, അല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ വെളിച്ചമുള്ള സമയത്ത് ഒരു പകലൊക്കെ വെളിച്ചം കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ജനാല എല്ലായിടത്തൊക്കെ ഉണ്ടെങ്കിൽ കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ്. ഇതല്ലാണ്ട് വേറെ ഒരു കാര്യത്തിൽ എനിക്ക് അത് നീ പറയണതല്ല, അത് നിന്റെ വിശ്വാസങ്ങളല്ലേ. നീ പറയണു ഏറ്റവും വലിയ വിശ്വാസം ക്രിസ്ത്യാനിയുടെ നല്ലതെന്ന് പറയും. ചിലപ്പോൾ ഹിന്ദുക്കൾ പറയുക ഏറ്റവും നല്ല വിശ്വാസം അതല്ല. അപ്പൊ നീ അത് സമ്മതിക്കുവോ? ഭൂമി എന്ന് പറഞ്ഞ സാധനം മനുഷ്യർക്ക് താമസിക്കാൻ വേണ്ടിട്ട് അതിലെ എവിടെ പണ്ടുള്ള ഒരു കാട്ടില് ഒരു ഇതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിണ്ടാവുക. അവര് വാസ്തു നോക്കിട്ട് എന്നിട്ട് വല്ല ഭൂമികൾക്ക് വന്നിട്ട് അവരുടെ മേലിൽ പറക്കല്ല് വീണ് ചത്തുണ്ടല്ലോ. എൻ്റെ ഇത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടെക്നോളജി വർദ്ധിക്കും തോറും ആൾക്കാർക്ക് പേടി കൂടി വരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പേടിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ പേടികളാണ്. അങ്ങനെ ദർശനം ഇത് പേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമാവുമോ, അപ്പോൾ അവർക്ക് മുന്നേ അങ്ങനെ താമസിച്ച വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് വിറ്റിട്ടാവും വേറെ മേടിക്കാൻ വേണ്ടി വരുന്നത്. അതും ഇങ്ങനെ അയ്യോ വേണ്ട അതൊക്കെ വരും. അത് നിനക്ക് നീ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് നിനക്ക് തോന്നാത്തത്. മനസ്സിലായോ? സയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങോട്ട് അങ്ങനെ അവരിങ്ങനെ ചെയ്യണമെന്ന് പറയണതിന്റെ കാരണം ചിലപ്പോ എയർ സർക്കുലേഷൻ നമുക്ക് അതെ അതൊക്കെ കറക്റ്റ് ആവണം. അതിന് വ്യാഖ്യാനിച്ച് നശിപ്പിച്ചേക്കല്ല അതിന് എന്ന് വെച്ചിട്ട് അതിന് വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങള് പറയണം. അല്ല ഇപ്പൊ ഇവിടെ സെഫ്റ്റി ടാങ്ക് വരരുത് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, ഇപ്പൊ ഒരാൾ ഇവിടുന്ന് കടന്നു വരണമെങ്കിൽ അത് അദ്ദേഹം മലത്തുകൂടെ ചവിട്ടിയിട്ടായിരിക്കും വരിക. അതെന്താ, അത് പണ്ട് കാലത്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടച്ചിട്ടിട്ട് അതിൽ സ്ലാബ് ഇടുക ചെയ്യുക. അല്ലാണ്ട് മലത്തിന്റെ മുകളിൽ കൂടെ പുറത്തിരുന്ന ആൾക്കാരൊന്നും കക്കൂസിക്കിരിക്കുകയല്ല നേരം വിളിക്കുമ്പോൾ അതിന്റെ കക്കൂസ് പിടി. അപ്പൊ അത് കാരണം ഞാൻ ഇവിടെ ഇരുന്ന് അപ്പിയിടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് രാവിലെ വീടിന്റെ ഫ്രണ്ടിൽ റോട്ടിൽ വന്നിരുന്ന് നല്ല സ്ഥലം എവിടെയാന്ന് പറഞ്ഞ് വന്നിടുക.
ഒരു അറിവുണ്ട്. അതായത് കിണറിന്റെ തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കാൻ പാടില്ല. അത് ശരിയാ, അത് ബുദ്ധിക്ക് ലോജിക്ക്. അതേപോലെ എല്ലാ സാധനവും ബുദ്ധിക്കും ലോജിക്കും ചിന്തിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. കിണറ് നമുക്കൊരു ഊഹമുണ്ട്. ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെ കിണറ് ഏകദേശം ഏത് ഭാഗത്ത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മള് വെള്ളം കിട്ടും. അല്ലാണ്ട് തൊള്ളേ തോന്നിയോടത്ത് നമ്മൾ ദിശ നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതും കിട്ടാണ്ട് വരും. അവിടെ നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം കിട്ടിക്കൊള്ളുന്നില്ല. നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ. കാരണം ഇപ്പൊ ഒരു ഇവിടെ കിണറുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അവിടെ ഒരു കിണറുണ്ടെങ്കിൽ ആ ഒരു ഇത് നോക്കുമ്പോൾ ഇത് ഇവിടെ കുത്തിക്കോ കിണർ വെള്ളം. പക്ഷെ അത് ആൾക്കാർ സമ്മതിക്കില്ല. ഈ കന്നിമൂലയിൽ കിണർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദോഷമാണ്. അതറിയോ നിനക്ക്? മൂലം എന്തൊരു കനിയില്ല. ഇതൊക്കെ ഈ വാസ്തുവിലുള്ള സംഭവങ്ങൾ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പലതിനും പല വ്യാഖ്യാനങ്ങളും പലതും ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. കുറെ പേര് ചിലപ്പോൾ കമന്റിൽ എന്നെ തെറി വിളിച്ചേക്കും. എനിക്ക് ഒരു വിഷയമില്ല. ഭക്തി എന്ന് പറഞ്ഞ കേസ് നമ്മൾ പറഞ്ഞു, പല ആൾക്കാർക്കും പല ആംഗിളാണ്, പല വിശ്വാസങ്ങളാണ്. അതിൽ അവരെ നല്ലത് ഇവരുടെ പൊട്ട, ഇവരുടെ നല്ലത് അവരെ പൊട്ട, അതൊന്നുമില്ല. അപ്പൊ എല്ലാ സംഭവങ്ങളും വേണം. അവരവരുടെ വിശ്വാസങ്ങളും അവരവരുടെ കാര്യങ്ങളും അവരവർക്ക്. അത്രയാണ് നമുക്ക്. അത് പൊട്ടാൻ നല്ലതെന്ന് പറയാൻ നമ്മൾ ആളല്ല. അതില്ലടി, അത് നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. നീ താമസിക്കുന്ന വീട്ടിൽ താമസിച്ചു, അന്ന് തന്നെ എന്റെ കാലൊടിഞ്ഞു. അതിന്റെ ആള് പറയാണ്. നീ ഇത് എന്താ പറയണത്? ഒന്ന് വ്യക്തമാക്കൂ. താങ്കളുടെ കാര്യങ്ങൾ മൊത്തം ഒന്ന് വ്യക്തമാക്കാം. വീട് പണിയാണെന്ന് പറയുമ്പോ പ്രതീക്ഷേട്ടന്റെ കാര്യത്തില് പ്രതീക്ഷേട്ടനൊരു ഇതുണ്ട്. പ്രതീക്ഷേട്ടൻ ആദ്യം പ്ലാൻ വരയ്ക്കും. അപ്പൊ ഈ വീടിന്റെ പ്ലാൻ ഇങ്ങനെയല്ലായിരുന്നു. പ്രതീക്ഷേട്ടൻ വരച്ച പ്ലാൻ വേറെ ടൈപ്പാണ്. അങ്ങനെ വരച്ചിട്ട് അത് ഈ പറഞ്ഞോണോ വാസ്തു നോക്കണ ആളുടെ കൊടുത്തപ്പോ പറഞ്ഞു, അയ്യോ ഈ സ്ഥലത്ത് ആ പ്ലാൻ പാടില്ല. എന്തെങ്കിലും അവിടെ പോവാ നമുക്കെന്നാ. ശരി പോവാ. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയി തുടങ്ങി. അപ്പൊ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവല്ലോ. കരിമങ്ങാടാ. എന്ത് കുരുമുളക് പറിക്കാനല്ലേ? കുറച്ച് പൊട്ടിക്കാൻ കഴിയത്തുള്ളടത്ത് ഇരുട്ടോടെ മൊത്തം കൊതുകടിച്ച്. ശരിയാ, കൊതുകടിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കരിമങ്ങാട്ടിന് പോയിട്ട് നേരെ വീട്ടിൽ പോകും. ഓക്കെ. നമ്മുടെ വീടിന്റെ വഴിക്കൊക്കെ വഴി വീതി കൂട്ടി ഇതേ വിമലഗിരി സ്കൂളിന്റെ മതിലും കാര്യങ്ങളൊക്കെ ഫുള്ള് പൊളിച്ചു കിട്ടാ. അപ്പൊ അതേ കല്ലിഞ്ഞ കൊണ്ടുവന്നിട്ട് എല്ലാം മണ്ണൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുക. വഴിയുടെ വീതി കണ്ട, മൊത്തം വീതി കൂട്ടി. നമ്മുടെ വീടൊക്കെ പോകുന്നുള്ളത് കണ്ടറിയാട്ടോ നമുക്ക്. വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ചുറ്റി തിരിഞ്ഞ് ഏറ്റവും അവസാനം വീട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഹോട്ടലിൽ എത്തിയിട്ടുള്ളൂ. ഞാനൊരു അൽഫാം പറഞ്ഞു, ഇവര് ഒരേ ബർഗറാണ് പറഞ്ഞേക്കണേ. എന്നിട്ട് ഏറ്റവും അവസാനം എൻ്റെ അൽഫാമിന്ന് കൈയിട്ട് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആൾക്കാരാട്ടോ, നല്ല ടീം. പിന്നെ എന്തിനപ്പോ നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോരായിരുന്നോ? നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോരായിരുന്നോ? പിന്നെ എന്തിനപ്പോ എൻ്റെ കൈയിട്ട് മാന്തണത്? ബെസ്റ്റ് ടീംസ്. വേറെ ടേസ്റ്റ്. അതന്നെ നമ്മള് വീട്ടിലൊക്കെ ചൂണ്ടില്ലേ, അതിന്റെ ടേസ്റ്റ്. കുരുമുളക് കരിഞ്ഞിരിക്കുന്നത്. ഞങ്ങള് പള്ളിമൂലയിൽ വന്ന് കഴിക്കാറുള്ള ഒരു ഹോട്ടൽ. അതിന്റെ പേര് അൽഫാമിയ. അത് തന്നെ. എന്തായാലും സംഭവം കലക്കന. അപ്പൊ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ കാക്കമാരുടെ വീട്ടിൽ പോയി അവിടെയും കറങ്ങി അടിച്ച് ബിരിയാണി കഴിക്കാനായിരുന്നു. അതുകൊണ്ട് അവിടെ കയറി ബിരിയാണി കഴിഞ്ഞ് പോയി കൊടുത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അൽഫാമും ഇവര് ബർഗറും ആക്കിയ സംഭവം. നോക്കി എന്തൊരു സ്നേഹം. കാരണം ഇത് തീരാറായി. അപ്പൊ പിന്നെ പറയാതിരിക്കാൻ പറ്റും. അപ്പൊ മുത്തടാ എന്താ പറയണേ? എൻ്റെ പകുതി എടുക്കണം. എന്നാ നീ എൻ്റെ എടുക്കണ്ട. അന്ന് എൻ്റെ നീ എടുക്കണ്ട. വേണ്ട. എൻ്റെ സലാഡും എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോയിട്ട് റൈസ്. അപ്പോൾ ഇവരുടെ ബർഗർ പറ്റേ. അപ്പോൾ അതുപോലെ ഞാൻ ഈ ഇരുമ്പ് ഇങ്ങനെ എല്ലുമ്പ് പിടിച്ചിരിക്കുക. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇവരിത് കഴിച്ച് തീർക്കും. സൂപ്പറായിട്ട് കേട്ടോ. അടിപൊളി. ഇത് പള്ളിമൂലയിലേ 916 എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലത്തെ അൽഫാമി ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കഴിക്കാറുള്ളതാണ്. പക്ഷേ ഇന്നത്തെ സ്പെഷ്യലി സൂപ്പറായിട്ട്. എൻ്റെ കുക്ക് മാറിയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അൽഫാം പൂജിച്ചു. അടിപൊളിയായിട്ട് അത് ഇത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല. മുകളിലത്ത് അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചു ആകെ കരിഞ്ഞ് പറഞ്ഞിരിക്കണം എനിക്ക്. പക്ഷേ ഇത് മുകളിലത്തെ കുരുമുളക് ഇട്ടിട്ടുള്ള കരിയിരിക്കണത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ലേ. ഇത് നിങ്ങളുടെ ബർഗർ പറ്റാന്നിട്ട് നോക്കാം ഗൈസ്. ദേ പറഞ്ഞിട്ടുള്ള ബർഗർ വന്നിട്ട്. ഇത് എന്ത് ബർഗർ മൊത്തം? ബിഗ് ചീസ്. പിന്നെ എന്തൊക്കെ പേര്? അത്രേ ഉള്ളൂ സംഭവം. ജാതിപ്പേട്ട സാധനം മുത്തിന് കഴിക്കാൻ പോലും പറ്റണില്ല. കാണുമ്പോൾ തന്നെ എന്താ പറയുക, ബർഗർ ഒരു 1.5 ബർഗർ. എങ്ങനെ ഇട്ടാ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് സംഭവം. പൊളിയാ ആണോ? ഇനിയിപ്പോൾ അമ്മ അതേ കഴിച്ചിട്ട് പറയാം, അഭിപ്രായം പറയാം. അമ്മ വായി നോക്കിയിരിക്കുക, നിന്റെ വായിലേക്ക് നോക്കിയിരിക്കുക അല്ലേ. അപ്പം എന്തായാലും ഇവർ കഴിക്കട്ടെ. എനിക്കൊരു കടി തന്നെ കേട്ടോ അനിതാ. ഓക്കെ.
അപ്പൊ നിത ഇത് കഴിഞ്ഞിട്ട് വേണം നിതയ്ക്കൊന്ന് കഴിക്കാൻ. ഇത് കണ്ടില്ലേ സാധനം ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മളില്ലേ പരസ്യത്തിലൊക്കെ ഇങ്ങനെ കാണാം അല്ലേ? അത് അടിപൊളിയാണ്. പരസ്യത്തിന്റെ സെയിം സാധനമാണ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കണേ. ഇത് വായിൽ എങ്ങനെ വെച്ച് കഴിക്കും എന്നുള്ളതാണ്. ഞാൻ എന്തായാലും മുത്ത് കഴിച്ച് കാണിച്ചു തരുന്നത് ഇതേപോലെ കഴിക്കണം കേട്ടോ. ഇതാ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കഴിക്കട്ടെ. ഇതൊക്കെ വാരി വാരി അടിക്കുക. ഇഷ്ടപ്പെട്ടൂല മനുഷ്യ ഒന്നും നോക്കണ്ട. മുത്തിന്റെ തീരാറായി എത്ര പെട്ടെന്ന്. അപ്പൻ്റെ അൽഫാം പോലും തീർന്നിട്ടില്ല. നിങ്ങൾ തിന്ന് കാരണം തീർന്നതാ. നിതയുടെ മുഖത്തേക്കിടക്ക് വാരി തേച്ചിട്ടുണ്ടല്ലേ. എനിക്കാണെങ്കിൽ അത് തിന്നണോ ഇത് തിന്നണോ എന്ന് കൊതിയായിട്ട് വയ്യ. എനിക്കാണെങ്കിൽ അപ്പടി എല്ല്, ഇവർക്കാണെങ്കിൽ നല്ല നല്ല പീസുകൾ. മുത്ത് ചടപടാൻ തീർത്തിട്ട് എന്തായാലും അവൻ്റെ പണി പെട്ടെന്ന് കഴിച്ചു. ഇത് എനിക്കൊരു കടി തരഞ്ഞിട്ടാ, തീർക്കരുത്, മറന്നു പോരുത്, കഴിഞ്ഞു എന്ന് പറയരുത്. മുത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടി അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്ന് അതേപോലെ അവരുത്തിട്ടാ. ആ അപ്പോൾ ഇത് ഞാനും പെട്ടെന്ന് തീർക്കട്ടെ, എന്നിട്ട് കൈ വെക്കട്ടെ, അല്ലെങ്കിൽ ഇനി ക്യാമറ പിടിച്ചോണ്ടിരുന്ന ഇവര് തീർക്കും ഗൈസ്. അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്കാണ്. അപ്പൊ ഇനിയിപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ ഹാപ്പി ആയില്ലേ? ഇനി വീട്ടിൽ ചെന്നിട്ട് എന്താ ഹാപ്പി പരിപാടി? എനിക്കൊരു മുന്തിരി ജ്യൂസ് വേണം. 100 രൂപയ്ക്ക് 2.5 കിലോ മുന്തിരി കിട്ടിയില്ലേ? നല്ല പഴുത്ത അടിപൊളി, അടർത്ത് പോലും ചെയ്യാത്ത മുന്തിരി. അയാള് നമ്മളെ പറ്റിക്കാൻ നോക്കിയില്ലേ? അതെന്ന് പറഞ്ഞ നമ്മൾ മുന്തിരി മേടിക്കാൻ പോയ സമയത്ത് ഞാൻ ആളോട് പറഞ്ഞു, ആളുടെ പേള നോക്കി, അതുപോലെ തന്നെ അവര് ചീഞ്ഞതും അങ്ങനെയുള്ള സാധനം തരുമെന്ന് 100% ഉറപ്പ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ മേടിക്കാൻ. എന്റെ പപ്പയുള്ള കാലം ചെറുപ്പം മുതൽ 20 കൊല്ലം മുന്നേ അവിടെ അങ്ങനെയാണ് ആ ഭാഗങ്ങളിലെ കച്ചവടം. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, അതേപോലെ തന്നെ മുന്തിരി ഞാൻ പറക്കി വെച്ചുതരാന്ന് പറഞ്ഞു. പറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ പേളയിലേക്ക് ഒറ്റ തിരിക്കില്ല. തിരിച്ചു കഴിഞ്ഞ് തൂക്കിയിട്ട് ഇടാൻ നേരത്തെ ഞാൻ ചേട്ടാ ഇത് ചേട്ടൻ അവിടെ തന്നെ വെച്ചോ. ഞാൻ എടുത്തു തന്ന സാധനം കൂടാണ്ട് ഇതിനകത്ത് കുറെ സാധനം ചേട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വേണ്ട, നല്ലത് തരാൻ പറ്റുമെങ്കിൽ മാത്രം മതി, ചേട്ടൻ പറയണ പൈസ തന്നിട്ടാന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ അടർത്താണ്ടാണ് മുന്തിരി കഴിക്കണേ, അങ്ങനെ ഇത് വിട്ടുപോയിന്ന് വെച്ചിട്ട് ഇതാ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എനിക്ക് വേണ്ട, ഇത്രേ ഉള്ളൂ. അപ്പൊ എന്നാ വേറെ കൊണ്ടുവെക്കാ നമ്മളെ ആദ്യം ആട്ടാട്ടി. ചേട്ടാ കൂടുതൽ വർത്താനം പറയണ്ട, ചേട്ടൻ പറയണ പൈസ തന്നിട്ടാ ഇഷ്ടമുണ്ടെങ്കിൽ തരാ, ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഹിന്ദു മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കിടക്കണ കഴയുടെ അവിടെ ഫ്രൂട്ട്സ് കച്ചവടം ഉണ്ടെങ്കിൽ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടായിക്കോട്ടെ അവര് പറ്റിക്കാൻ നോക്കും. അത് ഗ്യാരണ്ടിയാ. നമ്മളിപ്പോ ഒരു വ്യക്തിനല്ല പറയാം, അവിടെ ഇരിക്കുന്ന എല്ലാ ചേട്ടന്മാരും ഗ്യാപ്പ് കിട്ടിയാ വെക്കും. പുറത്തിങ്ങനെ വെക്കണത് നല്ലത് വെക്കും, എന്നിട്ട് ഉള്ളില് കുറെ ചെറിയ നാശായത് ഞളങ്ങിയത് അല്ലെങ്കിൽ പഴയതിരിക്കുണ്ടാവും അത് വെക്കും. ആപ്പിൾ വെക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് തന്നെ 4-5 ഇട്ട് കഴിഞ്ഞിട്ട് അവരുടെ വക ആ പേളയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവരെ കൈ കൊണ്ട് തൂക്കം കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ അതിൽ നിന്ന് മാറ്റി ഇതിലിട്ട്. അല്ലെങ്കിൽ ഈ 1 കിലോ മേടിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഈ പറഞ്ഞ സാധനം അവര് ഇട്ടുതരും. അതിപ്പോ അവരെ പറഞ്ഞിട്ട് എനിക്ക് തോന്നണേ എന്താ അവരെ പറഞ്ഞിട്ട് കാര്യമല്ലോ, അല്ലെങ്കിൽ പൈസ കൂട്ടി അല്ലാണ്ട് പൊട്ടയാണ് തരിക. ആ കൊട്ട ബോക്സ് അടുത്ത് അങ്ങനെ മേടിക്കുമ്പോ എങ്ങനെ ഉണ്ടാവുമായിരിക്കും? അത് കൊടുക്കുമ്പോ എന്ത് ചെയ്യണം, വില കുറച്ച് കൊടുക്കുക, ആ സാധനം മാത്രം മറ്റേ വില കൂട്ടി കൊടുക്കുക. അവർക്ക് ബിസിനസ് അറിയണ്ട. ഇതല്ല, പറ്റിക്കണവനെ പറ്റിച്ചു വിടാം എന്നുള്ളൊരു ബിസിനസ്സാണ് അവിടുത്തെ. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെ പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ എന്നെ ആട്ടി വിട്ടു. എനിക്ക് ഒരു ഫ്രൂട്ട്സ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രതീക്ഷേട്ടൻ എല്ലാവരുടെ അടുത്തുനിന്ന് ഇതേപോലെ വഴക്കുണ്ടാക്കി ചീത്ത കേട്ടിട്ടായിരിക്കും ഫ്രൂട്ട്സ്. അത് ഫ്രൂട്ട്സിന്റെ കച്ചവടം അങ്ങനെയാണ്, അത് നമുക്കറിയാം, ചെറുപ്പം പോലെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ സമ്മതിക്കില്ല. ചീന സാധനം നമുക്ക് വേണ്ട. അപ്പൊ അടിപൊളി മുന്തിരിയാണ്, അതുകൊണ്ട് നമുക്ക് അയാൾ തന്നത്. അപ്പൊ ഇവിടെ പറ്റിയില്ല, ഇനിയിപ്പോ ഞാൻ അടുത്താളെ നോക്കാം. ഇവിടെ പറ്റില്ല, വേണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആൾക്ക് കൊടുക്കാം. അത് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും വലുതായിട്ടാ പറ്റിക്കാൻ പറ്റിയ അവര് അസലായിട്ട് പറ്റിക്കുന്ന അപ്പൊ എനിക്ക് പിടികിട്ടി. അപ്പൊ പറഞ്ഞപ്പോ ഒരു വിഷമായി. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്താ ചെയ്യുന്നത്, ജ്യൂസില്ലേ ലേശം മറ്റേ പുരി സാധനങ്ങളൊക്കെ. പുരിന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പുരിയല്ല, പുരിയാക്കാൻ സാധനം. ഇവരെ കുറച്ച് വെള്ളവും പഞ്ചസാര ഇട്ട് അടിക്കണം, അങ്ങനെയല്ലേ ജ്യൂസ്. അല്ല ലേശം എന്തെങ്കിലും ഒരു രസമുള്ള സാധനം, ഇഞ്ചി ചേർക്ക്, അങ്ങനെ എന്തെങ്കിലും മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർക്കാം, ചിക്കൻ മസാല. ഒന്നും വേണ്ട, നീ അത് ജ്യൂസ് അടിച്ചു തരുമോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. സംഭവം ചെയ്ത് പൊരിയൊക്കെയുള്ളൂ. ശരിട്ടാ, ഇവിടെ എന്ത് പറയാണ്ട് ട്ടാ. എന്നിട്ട് അപ്പൊ ഓക്കെ, ബൈ ബൈ.